ജമാലിക്ക, ആളാരാണെന്ന് പറഞ്ഞാൽ പിടിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചോനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണ ചങ്ങാതി. അതൊന്നും നടപ്പില്ല. നിങ്ങൾക്ക് കാണേണ്ട ആളിന് പേരില്ലേ? ആ പേരുണ്ട്, അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് എന്റെ നാവിന്റെ മുമ്പത്തെ തിരിഞ്ഞിട്ടുണ്ട്. അതാ ഇയാളാണ്. ഹാ, ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്കങ്ങനെ വലിയ മറവിയാ. എന്താ ശങ്കുണ്ണിയാരെ, ഈ ശങ്കുണ്ണിയാരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്കുക. ശങ്കുണ്ണിയാര്? അതാരാ? പറയാം, വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ അനന്തൻ നമ്പൂരിന്ന്? നമ്പൂരി ആളാകെ മിനുങ്ങിക്കണല്ലോ. ആ, ഇത് ഒടുക്കത്തെ മിനുക്കാണ്. എന്ത് പറ്റി? കുഴഞ്ഞോ? കുഴഞ്ഞ് കൂഴ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി അടിക്കി. എന്റെ അപ്പൊ എനിക്ക് കൊട്ടാരത്തിൽ താമസിച്ചൂടെ? ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. നടന്നേ. ഇതിപ്പം വലിയ പുലിവാലായല്ലോ എന്റെ അബ്ദു. നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരട് വലി മുഴുവനും ആ കടൽ കിഴവന. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് രൂപമ പറഞ്ഞു. എനിക്കപ്പ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ച് നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്. അതെന്താണ്? ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്നു? അതൊരു പുരാണ കഥയാണ്. ഓ, അത് ശരി, പഴപുരാണാണല്ലേ. കിട്ടണ പൈസക്ക് മുഴുവൻ കിതാബ് വാങ്ങി വായിക്കുന്നതിന്റെ ഗുണം ഇവിടെ ആണല്ലേ. അല്ല, ഈ പുരാണത്തിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അർത്ഥം? അർത്ഥോ? തമ്പുരാനെ ആരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോരെ? ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പോഴാ. സംശയല്ല, അകത്താണ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ജയിലില്. നല്ല ശാപ്പാടെന്നാ പറയണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നേരം നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്. നിങ്ങൾ ചുമ്മാ ഇരിക്കേ. എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ. നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോനെ ജമാലിക്ക് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നും നോക്കണ്ട. അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് തടിയൊപ്പ. അത് ഞാൻ ആലോചിച്ചു. നമ്മൾ തടി തപ്പിന്നറിഞ്ഞ ആ നിമിഷം അവർ തമ്പുരാനെ കാച്ചും. എന്നിട്ട് നമ്മൾ കൊന്നിട്ട് പോയിന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ നമ്പൂരി. പറഞ്ഞിട്ടില്ലേ ഈ ബാപ്പ പറ്റിയർച്ച ഒന്നും. പറഞ്ഞാൽ ഉമ്മനെ തല്ലും. ഞാൻ എന്ത് ചെയ്യുന്നു പറ. എടാ പൊന്നുമോനെ അബ്ദുള്ളേ, ഏതായാലും വന്ന് പെട്ടുപോയി. വന്ന് പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കളം മാറ്റി ചവിട്ടിയാലോ? തമ്പുരാനെ കൊല്ലാനല്ല എനിക്ക് ചങ്കുറപ്പില്ലാത്തത്. വേണ്ട, നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല. അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റവും വരും. അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല. എന്ന് വെച്ചാ നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അണക്കുണ്ടോ? ഉണ്ട്.